അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ യമനിലെ പ്രമുഖനായ പണ്ഡിതനാണ് മുഹമ്മദുൽ വസ്വാബി റഹിമഹുല്ലാ. അബു ഇബ്രാഹിം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അൽ വസ്വാബി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 1436 8 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം പറയാണ്, ഉദക്കിറുക്കും ബി ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഖാല ഇന്നല്ലാഹ ഇദാ അഹബ്ബ അഹ്ല ബൈത്തിൻ അദ്ഖല അലൈഹിമുർ റിഫ്ഖ. നിങ്ങളെ ഞാനൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അഹ്ല ബൈത്തിൻ, അള്ളാഹു ഒരു വീട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ അദ്ഖല അലൈഹിമുർ റിഫ്ഖ, അവരിലേക്ക് അള്ളാഹു റിഫ്ഖിനെ, ലാളിത്യം, സൗമ്യത, അതിനെ പ്രവേശിപ്പിക്കും. അതായത് യൂജദു ബൈനഹും തറാഹുമുൻ, അവർക്കിടയിൽ പരസ്പരം റഹ്മത്തുണ്ടാകും, പരസ്പരം കാരുണ്യം കാണിക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറുന്ന അവസ്ഥയുണ്ടാകും. എത്രത്തോളം? ഫൈദ ഖാനു അലൽ അഖിൽ, അവർ തിന്നാനിരുന്നാൽ, ഭക്ഷണം കഴിക്കാനിരുന്നാൽ, ഖാലു, അവർ പറയും, ഫുലാനുൻ ലം യഅതി, ഇന്നയാൾ വന്നിട്ടില്ല, ഫൻതളിറൂഹു, നിങ്ങളവരെ, അയാളെ കാത്തിരിക്കണം, ഇന്നയാൾ വന്നിട്ടില്ല, അയാൾ വന്നിട്ട് കഴിക്കാം, കാത്തിരിക്കണം എന്ന് പറയും. ഇങ്ങനെ അത്രയും സ്നേഹത്തോടു കൂടിയിട്ടാണ് അവർ ജീവിക്കുക. ഇത് അള്ളാഹു ഒരു വീട്ടുകാർക്ക് ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ ലക്ഷണമാണ്. അവർക്ക് പരസ്പരം സ്നേഹമുണ്ടാകും, പരസ്പരം ലാളിത്യത്തോടെ സൗമ്യതയോടെ പെരുമാറുന്ന അവസ്ഥയുണ്ടാകും. വഅമ്മ ഇദാ കാന ഖൽബു കുല്ലി വാഹിദിൻ മിൻഹും ഖാസിയൻ അലൽ ആഖർ, എന്നാൽ ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ഹൃദയം മറ്റുള്ളവരോട് കടുത്തതാണെങ്കിൽ, മറ്റുള്ളവരോട് പരുഷമായി പെരുമാറുന്ന അവസ്ഥയാണ് അവരുടെ ഹൃദയങ്ങൾക്കുള്ളതെങ്കിൽ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാത്ത, കാരുണ്യമില്ലാത്ത, പരുക്കൻ, കഠിനമായ, പരുഷമായ പെരുമാറ്റമാണ്, ആ രൂപത്തിലാണ് അവരുടെ ഹൃദയമെങ്കിൽ, ഫമഅന ഹാദ, അതിൻ്റെ അർത്ഥം, അന്നല്ലാഹ ലം യുരിദ് ബിഹിം ഖൈറ, അള്ളാഹു അവരെ കൊണ്ട് ഖൈറിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അള്ളാഹു അവരിൽ ഖൈറിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഓരോരുത്തരും മറ്റുള്ളവരോട് പരുഷമായി പെരുമാറുന്ന അവസ്ഥയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ പരസ്പരം കാരുണ്യം കാണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇദാ വുജിദ അന്നൽ കബീറ യർഹമു സ്സഗീറ വസ്സഗീറ യുവഖിറുൽ കബീറ ഫഅലം അന്നല്ലാഹ അറാദ ബിഹാദൽ ബൈത്തി ഖൈറ. ഒരു വീട്ടിൽ വലിയവർ ചെറിയവരോട് കാരുണ്യം കാണിക്കുന്നുണ്ട്, ചെറിയവർ വലിയവരെ ബഹുമാനിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നല്ലാഹ അറാദ ബിഹാദൽ ബൈത്തി ഖൈറ, അള്ളാഹു ഈ വീട്ടിൽ ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വലിയവർ, പ്രായം ചെന്നവർ ചെറിയവരോട് കാരുണ്യം കാണിക്കുന്നുണ്ട്, അതുപോലെ ചെറിയവർ, പ്രായം കുറഞ്ഞവർ വലിയവരെ ബഹുമാനിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത് ആ വീട്ടിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ ലക്ഷണമാണ്. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത്. വൈദാ റഅയ്ത, എന്നാൽ നീ കാണുകയാണ്, അന്നൽ കബീറ ലാ യർഹമു സ്സഗീറ വസ്സഗീറ ലാ യുവഖിറുൽ കബീർ, വീട്ടിൽ വലിയവർ ചെറിയവരോട് കാരുണ്യം കാണിക്കുന്നില്ല, പരുഷമായിട്ടാണ് പെരുമാറുന്നത്. ചെറിയവരാകട്ടെ, പ്രായം കുറഞ്ഞവരാകട്ടെ, വലിയവരോട് ബഹുമാനവും കാണിക്കുന്നില്ല എങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കുക, അന്നല്ലാഹ ലം യുരിദ് ബിഹാദൽ ബൈത്തി ഖൈറ, അള്ളാഹു ഈ വീട്ടിൽ ഖൈറിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് മുഹമ്മദുൽ വസ്വാബി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പരിശോധന നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ വീടിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് അടുത്ത അവസ്ഥ? പരസ്പരം കാരുണ്യം കാണിക്കുന്ന അവസ്ഥയുണ്ടോ? പ്രായം ചെന്നവർ, വലിയവർ, വീട്ടിലെ മൂത്തവർ ചെറിയവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ചെറിയവർ വലിയവരോട് എങ്ങനെയാണ് ഇടപെടുന്നത്? ചിന്തിക്കുക. വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് വലിയവർ ചെറിയവരോട് കാരുണ്യം കാണിക്കുന്നു, വലിയവർ ചെറിയവരെ ബഹുമാനിക്കുന്നു. ഈ ഒരു അവസ്ഥ വീട്ടിലുണ്ടെങ്കിൽ അത് അള്ളാഹു ആ വീട്ടുകാരെ ഇഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. അത് അള്ളാഹു അവരിലേക്ക് കൊടുത്തതാണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ നേരെ തിരിച്ചാണെങ്കിലോ,
വളരെ പരുഷമായ പെരുമാറ്റം, എപ്പോഴും തർക്കം, കച്ചറകൾ, വലിയവർക്ക് ചെറിയവരോട് യാതൊരു കാരുണ്യവുമില്ല, ചെറിയവർക്കാകട്ടെ വലിയവരോട് യാതൊരു ബഹുമാനവുമില്ല, ഇങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ അള്ളാഹു ആ വീട്ടിൽ ഖൈറിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ ചിന്തിക്കുക. മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മാറ്റം വരുത്തണം, നമ്മൾ മാറണം. അള്ളാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.